ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം പകുതി പേർക്കും ഈ വീഡിയോ കാണുന്ന പകുതി പേർക്കും ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയത്തില്ല. 3/4% ആൾക്കാർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. എനിക്ക് ചില കാര്യങ്ങൾ കണ്ടു കഴിയുമ്പം അതിനെപ്പറ്റി മനസ്സിൽ ഇങ്ങനെ കിടന്ന് കുത്തിക്കൊണ്ടിരിക്കും പറയാതിരിക്കാൻ. അപ്പോൾ പറ്റത്തില്ല, എനിക്ക് എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അപ്പം ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ചിലപ്പം ഞാനൊരു കുലസ്ത്രീയാണെന്നോ അല്ലെങ്കിൽ തള്ളവൈബാണെന്നോ ആൻറ്റിയാണെന്നോ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. എൻ്റെ ചിന്താഗതി ഇതാണ്, അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ ഇന്നലെ ഒത്തിരി പേര് 2025 ഒത്തിരി ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഞാൻ കുറേ റാൻഡമായിട്ടുള്ള റീൽസ് കണ്ടപ്പം അതിൽ കുറേ പേരുടെ വീഡിയോസ് ഞാൻ കണ്ടതിൽ അവരതിൽ എഴുതിയിട്ടേക്കുന്നതാണ് എന്താണ് ഫോർ നോട്ട് ഹാവിങ് കിഡ്സ് അല്ലെങ്കിൽ സർവൈവിങ് വിത്തൗട്ട് കിഡ്സ് 2025. ശരിയാണ്, ഓരോ വ്യക്തികളുടെയും വളരെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് കൊച്ചു വേണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ എനിക്കതെന്തോ ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ബട്ട് സ്റ്റിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരിക്കലും കുഞ്ഞുണ്ടാവാത്തത് ഒരു അച്ചീവ്മെൻ്റ് അല്ല. ശരിയാണ്, നിങ്ങളുടെ ഏത് ഏജിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേരൻ്റ് ആകാൻ ഫിസിക്കലി ആൻഡ് മെൻ്റലി നിങ്ങൾ ഹാപ്പി ആകുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് വേണ്ടത്. ബട്ട് സ്റ്റിൽ എനിക്കങ്ങനെ അതൊരു അച്ചീവ്മെൻ്റായിട്ട് പറയുന്നതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് എത്ര പേര് ഈ ലോകത്ത് ഒരു കുഞ്ഞുണ്ടാകാൻ കൊതിക്കുന്നവരുണ്ടെന്നറിയോ? ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യണം ഓരോ പേരൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയണമെങ്കിൽ. ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 2025 നിങ്ങളതൊരു അച്ചീവ്മെൻ്റായിട്ട് ഇട്ടു. മേ ബി 2026 or 27 നിങ്ങളൊരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അതാകുന്നില്ല. അനദർ 2 years, അനദർ 4 years, അനദർ 10 years, 10-25 വർഷമായിട്ട് പിള്ളേർക്ക് വേണ്ടി ഇഞ്ചക്ഷനും മെഡിസിനും എല്ലാം ചോറുണ്ണുന്ന പോലെ കഴിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് യു നോ ഹൗ പെയിൻഫുൾ എ മിസ്കാരേജ് ഈസ്. എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്കിങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇതുപോലെ വലിയ സംഭവമായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ, ചിലരൊക്കെ കൊതിക്കുന്ന സംഭവങ്ങളാണ്. ചിലപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങൾ അച്ചീവ്മെൻ്റായിട്ട് ഈ പറയുന്ന കാര്യം 2025 അല്ല, 2019 or 2015 തൊട്ട് ഈ വർഷമെങ്കിലും ഞാനൊന്ന് പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവർ കാണുമ്പം അവർക്ക് എങ്ങനെ ഫീലാവും എനിക്കറിയത്തില്ല. എന്നെ ഈ ഒരു വീഡിയോയുടെ പേരിൽ ഒത്തിരി പേർക്ക് നെഗറ്റീവായിട്ട് തോന്നാം. എനിക്ക് പക്ഷെ അറിയത്തില്ല, എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ബാഡായി. ഞാനിത് എൻ്റെ നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഇടയ്ക്ക് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. ശരിക്കും ഒരു പിള്ളേരുള്ളത് അത് പലരുടെയും അത് അവരവരുടെ ചിന്തയാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, പിള്ളേരുള്ളത് ഒരിക്കലും ഒരു ബാധ്യതയല്ല. പിള്ളേരൊരിക്കലും ഒരു ബാധ്യതയല്ല. നിങ്ങൾക്കറിയോ, ഇപ്പം എനിക്കൊരു കൊച്ചുണ്ടായ പിന്നെ ഞാൻ ലോൺലിനെസ് എന്നാന്ന് അറിഞ്ഞിട്ടില്ല. എനിക്ക് എപ്പോഴും എൻ്റെ കൊച്ചുണ്ട്, ദൈവം സഹായിച്ച്. അപ്പം എനിക്കറിയത്തില്ല. ഓക്കെ, ചിലവർക്ക് ഇപ്പം ചൈൽഡിനെ ടേക്ക് കെയർ ചെയ്യാൻ ഉള്ള ക്യാപ്പബിലിറ്റി ആയിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ടൈം വേണമെന്നോ, ഓക്കെ, അതെല്ലാം ഇതാണ്. പക്ഷെ അതൊരു അച്ചീവ്മെൻ്റായിട്ട് എനിക്കൊരു കൊച്ചില്ല എന്ന് പറയുന്നത് അതും പോട്ടെ, സർവൈവ് ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്താ അസുഖം വല്ലതും ആണോ? ഒത്തിരി പേര് കൊതിക്കുന്നുണ്ട് ശരിക്കും. ആൻഡ് ഒത്തിരി കൊതിച്ചിട്ട് കിട്ടിയ പ്രഗ്നൻസി ഒക്കെ മിസ്കാരേജായി പോകുന്നൊരു പെയിൻ ഉണ്ടല്ലോ,
അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്കറിയത്തില്ല. വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി ഞാൻ കണ്ടപ്പം. എനിക്കറിയാം, ഞാൻ സാധാരണ ഇടുന്ന വീഡിയോയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇതുമാണ്. എനിക്കറിയത്തില്ല, ചില കാര്യങ്ങളൊന്നും കുഞ്ഞുകളിയായിട്ട് എടുക്കാൻ എനിക്കറിയത്തില്ല. എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ വളരെ പേടിയുള്ള കൂടുതലാണ്. കാരണം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ നെക്സ്റ്റ് മന്ത് ഞാൻ പ്രഗ്നൻ്റ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനും പ്രഗ്നൻ്റ് ആയ ചരിത്രം എനിക്കറിയത്തില്ല. അതിൽ നമ്മുടെ പാർട്ടുണ്ട്, ദൈവത്തിൻ്റെ പാർട്ടുണ്ട്, അതിനൊരു ടൈമുണ്ട്, എല്ലാം ഉണ്ട്. സോ നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പം ബി കെയർഫുൾ. കാരണം നിങ്ങൾ ജീവിതകാലം എനിക്ക് കൊച്ചിനെ വേണ്ട അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് വേറെ കഥ. ബട്ട് നിങ്ങൾ നെക്സ്റ്റ് ഇയറോ അതിൻ്റെ നെക്സ്റ്റ് ഇയറോ പ്ലാൻ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യർ ഇത് വലിയൊരു സംഭവമായിട്ട് പറയുമ്പോൾ ആലോചിക്കുക. നമുക്ക് ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് അറിയത്തില്ല. സോ എനിക്ക് ശരിയാണ്, ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും ആലോചിക്കും ഇവയ്ക്ക് തന്നെ അതിൻ്റെ കേടാ, ഇത് ഇവളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന്. ഞാനൊന്നും പറയുന്നില്ല, ബിക്കോസ് എനിക്ക് ആ പെയിൻ അറിയാം, അത്രയുമേ പറയുന്നുള്ളൂ. ആ പെയിൻ അറിയുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ സംഭവം കാണുമ്പം കുറച്ച് ആൻറ്റി വൈബ് തന്നെ വന്നു പോകും. ഇറ്റ്സ് ഓക്കെ, ഓരോരുത്തരുടെ ഇത് അങ്ങനെ വിടാം.